പ്രിയരെ, സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ലൂക്ക 23 അധ്യായം ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ അധ്യായം 2 ഭാഗങ്ങളായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ലോഗോസ് പരീക്ഷയ്ക്ക് വരാവുന്ന മുഴുവൻ ചോദ്യോത്തരങ്ങളും ഇവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആദ്യ ഭാഗം. ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക്. 1. വിശുദ്ധ ലൂക്ക 23 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 56 വാക്യങ്ങൾ. 2. വിശുദ്ധ ലൂക്ക 23 അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? 6 ശീർഷകങ്ങൾ. 3. വിശുദ്ധ ലൂക്ക 23 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ്? പീലാത്തോസിൻ്റെ മുൻപിൽ. 4. ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിന്ന് യേശുവിനെ എവിടേക്കാണ് കൊണ്ടുവന്നത്? പീലാത്തോസിൻ്റെ മുൻപിലേക്ക്. 5. പീലാത്തോസിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന യേശുവിനെ ന്യായാധിപ സംഘം എന്താണ് ചെയ്തത്? കുറ്റം ചുമത്താൻ തുടങ്ങി. 6. പീലാത്തോസിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന യേശുവിൻ്റെ മേൽ ന്യായാധിപ സംഘം ചുമത്തിയ കുറ്റങ്ങൾ എത്രയാണ്? 3 കുറ്റങ്ങൾ. 7. പീലാത്തോസിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന യേശുവിൻ്റെ മേൽ ന്യായാധിപ സംഘം ചുമത്തിയ ആദ്യ കുറ്റം എന്താണ്? തങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുന്നുവെന്ന്. 8. പീലാത്തോസിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന യേശുവിൻ്റെ മേൽ ന്യായാധിപ സംഘം ചുമത്തിയ രണ്ടാമത്തെ കുറ്റം എന്താണ്? സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും ചെയ്യുന്നു. 9. പീലാത്തോസിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന യേശുവിൻ്റെ മേൽ ന്യായാധിപ സംഘം ചുമത്തിയ മൂന്നാമത്തെ കുറ്റം എന്താണ്? താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുന്നു. 10. പീലാത്തോസ് യേശുവിനോട് ചോദിച്ച ആദ്യ ചോദ്യം എന്താണ്? നീ യഹൂദരുടെ രാജാവാണോ? 11. നീ യഹൂദരുടെ രാജാവാണോ എന്ന പീലാത്തോസിൻ്റെ ചോദ്യത്തിന് യേശുവിൻ്റെ ഉത്തരം എന്തായിരുന്നു? നീ തന്നെ പറയുന്നുവല്ലോ. 12. വിചാരണയ്ക്ക് ശേഷം യേശുവിനെക്കുറിച്ച് പീലാത്തോസ് പറഞ്ഞത് എന്താണ്? ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. 13. വിചാരണയ്ക്ക് ശേഷം യേശുവിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് പറഞ്ഞത് ആരോടൊക്കെയാണ്? പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും. 14. ഗലീലി മുതൽ ഇവിടെ വരെയും യൂദയായിലെങ്ങും യേശു എന്ത് ചെയ്യുന്നുവെന്നാണ് പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും പീലാത്തോസിനോട് നിർബന്ധപൂർവം പറഞ്ഞത്? പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു. 15. യേശു എവിടെയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു എന്നാണ് പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും പീലാത്തോസിനോട് നിർബന്ധപൂർവം പറഞ്ഞത്? ഗലീലി മുതൽ ഇവിടെ വരെയും യൂദയായിലെങ്ങും. 16. വിശുദ്ധ ലൂക്ക 23 അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ്? ഹെറോദേസിൻ്റെ മുമ്പിൽ. 17. പ്രാഥമിക വിചാരണയ്ക്ക് ശേഷം പീലാത്തോസ് ആരാഞ്ഞത് എന്താണ്? യേശു ഗലീലിയക്കാരനാണോ എന്ന്. 18. യേശുവിനെ ഹെറോദേസിൻ്റെ അടുത്തേക്ക് അയച്ചത് ആരാണ്? പീലാത്തോസ്. 19. പീലാത്തോസ് യേശുവിനെ ഹെറോദേസിൻ്റെ അടുത്തേക്ക് അയച്ചത് എന്തുകൊണ്ടാണ്? യേശു ഹെറോദേസിൻ്റെ അധികാര പരിധിയിൽപ്പെട്ടവനായതിനാൽ. 20. ഗലീലി ആരുടെ അധികാരത്തിലുള്ള ദേശമാണ്? ഹെറോദേസിൻ്റെ. 21. യേശു ഏത് ദേശക്കാരനാണ്? ഗലീലിയക്കാരൻ. 22. പീലാത്തോസ് യേശുവിനെ ഹെറോദേസിൻ്റെ അടുത്തേക്ക് അയക്കുമ്പോൾ ഹെറോദേസ് എവിടെയാണ് ഉണ്ടായിരുന്നത്? ജെറുസലേമിൽ. 23. യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ച ഭരണാധികാരി ആരാണ്? ഹെറോദേസ്. 24. ഹെറോദേസ് യേശുവിനെ കണ്ടപ്പോൾ എന്താണ് ചെയ്തത്? അത്യധികം സന്തോഷിച്ചു. 25. യേശുവിനെ കണ്ടപ്പോൾ ഹെറോദേസ് അത്യധികം സന്തോഷിക്കാൻ കാരണമെന്താണ്? ഹെറോദേസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നതിനാൽ. 26. ഹെറോദേസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? യേശുവിനെപ്പറ്റി കേട്ടിരുന്നത് കൊണ്ട്. 27. യേശുവിനെ കണ്ടപ്പോൾ ഹെറോദേസ് യേശുവിൽ നിന്ന് എന്താണ് പ്രതീക്ഷിച്ചത്? യേശു ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിച്ചു. 28. ഹെറോദേസ്
എന്തൊക്കെയാണ് യേശുവിനോട് ചോദിച്ചത്? പലതും. 29 ഹെരോദേസ് യേശുവിനോട് പലതും ചോദിച്ചത് എന്തുകൊണ്ടാണ്? യേശു ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നതിനാൽ. 30 ഹെരോദേസ് യേശുവിനോട് പലതും ചോദിച്ചെങ്കിലും യേശു എന്താണ് ചെയ്തത്? യേശു ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. 31 യേശുവിൻ്റെ വിചാരണ സമയത്ത് ഏത് ഭരണാധികാരി ചോദിച്ചതിനാണ് യേശു ഉത്തരവൊന്നും പറയാത്തത്? ഹെരോദേസ്. 32 ഹെരോദേസ് യേശുവിനെ വിചാരണ ചെയ്യുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിന് ചുറ്റും നിന്നിരുന്നത് എങ്ങനെയാണ്? യേശുവിൻ്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട്. 33 ഹെരോദേസ് യേശുവിനെ വിചാരണ ചെയ്യുമ്പോൾ യേശുവിൻ്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് യേശുവിൻ്റെ ചുറ്റും നിന്നിരുന്നത് ആരൊക്കെയാണ്? പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും. 34 ഹെരോദേസ് ആരോട് ചേർന്നാണ് യേശുവിനോട് നിന്ദ്യമായി പെരുമാറുകയും യേശുവിനെ അധിക്ഷേപിക്കുകയും ചെയ്തത്? പടയാളികളോട്. 35 ഹെരോദേസ് പടയാളികളോട് ചേർന്ന് യേശുവിനോട് എന്തൊക്കെയാണ് ചെയ്തത്? നിന്ദ്യമായി പെരുമാറുകയും യേശുവിനെ അധിക്ഷേപിക്കുകയും ചെയ്തു. 36 യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ചത് ആരാണ്? ഹെരോദേസ്. 37 ഹെരോദേസ് യേശുവിനെ എങ്ങോട്ടാണ് തിരിച്ചയച്ചത്? പീലാത്തോസിൻ്റെ അടുത്തേക്ക്. 38 പീലാത്തോസിൻ്റെ അടുത്തേക്ക് യേശുവിനെ തിരിച്ചയച്ചത് ആരാണ്? ഹെരോദേസ്. 39 ഹെരോദേസ് പീലാത്തോസിൻ്റെ അടുത്തേക്ക് യേശുവിനെ തിരിച്ചയച്ചത് എങ്ങനെയാണ്? യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് തിരിച്ചയച്ചു. 40 യേശുവിനെ പീലാത്തോസിൻ്റെ അടുത്തേക്ക് ഹെരോദേസ് തിരിച്ചയച്ചപ്പോൾ മുമ്പ് ശത്രുതയിലായിരുന്ന ആരൊക്കെയാണ് സ്നേഹിതന്മാരായത്? ഹെരോദേസും പീലാത്തോസും. 41 യേശുവിൻ്റെ വിചാരണ സമയത്ത് ശത്രുക്കളായിരുന്ന 2 ഭരണാധികാരികൾ ആരെല്ലാം? ഹെരോദേസും പീലാത്തോസും. 42 എന്നു മുതലാണ് ഹെരോദേസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായത്? ഹെരോദേസ് യേശുവിനെ പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ച ദിവസം മുതൽ. 43 വിശുദ്ധ ലൂക്ക 23-ാം അധ്യായം 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ്? യേശുവിനെ വിധിക്കുന്നു. 44 ജനത്തെ ഡാഷ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവനെ എൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. വഴിപിഴപ്പിക്കുന്നു. 45 യേശുവിനെ ആരുടെ മുൻപിൽ വെച്ച് വിസ്തരിച്ചു എന്നാണ് പീലാത്തോസ് പറഞ്ഞത്? പുരോഹിത പ്രമുഖന്മാരുടെയും നേതാക്കന്മാരുടെയും ജനത്തിൻ്റെയും മുൻപിൽ വെച്ച്. 46 പീലാത്തോസിൻ്റെ വിസ്താരത്തിൽ യേശുവിൽ എന്താണ് കാണാത്തത്? പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും ജനവും യേശുവിൽ ആരോപിച്ച കുറ്റങ്ങളിൽ ഒന്നുപോലും. 47 പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും ജനവും ആരോപിക്കപ്പെട്ട കുറ്റങ്ങളിൽ ഒന്നുപോലും യേശുവിൽ കാണാതിരുന്ന ഭരണാധികാരികൾ ആരെല്ലാം? പീലാത്തോസും ഹെരോദേസും. 48 ആരാണ് യേശുവിനെ പീലാത്തോസിൻ്റെ അടുത്ത് തിരിച്ചയച്ചിരിക്കുന്നതായി പീലാത്തോസ് പറയുന്നത്? ഹെരോദേസ്. 49 എങ്ങനെയുള്ള ഒരു കുറ്റവും യേശു ചെയ്തിട്ടില്ല എന്നാണ് പീലാത്തോസ് പറഞ്ഞത്? മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും. 50 മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും യേശു ചെയ്തിട്ടില്ലാത്തതിനാൽ എന്ത് ശിക്ഷ നൽകി യേശുവിനെ വിട്ടയക്കാമെന്നാണ് പീലാത്തോസ് പറഞ്ഞത്? ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച്. 51 ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് യേശുവിനെ വിട്ടയക്കുമെന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ ജനക്കൂട്ടം ആരെ വിട്ടുതരണമെന്നാണ് ആക്രോശിച്ചത്? ബറാബാസിനെ. 52 ആരാണ് ബറാബാസ്? പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ് ബറാബാസ്. 53 യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ പറഞ്ഞ ഭരണാധികാരി ആരാണ്? പീലാത്തോസ്. 54 യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് രണ്ടാമത് പറഞ്ഞപ്പോൾ ജനക്കൂട്ടം എന്താണ് വിളിച്ചു പറഞ്ഞത്? ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക.
55 യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കണം എന്നാഗ്രഹിച്ച പീലാത്തോസ് 3-ാം പ്രാവശ്യം ജനക്കൂട്ടത്തോട് എന്താണ് ചോദിച്ചത്? അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? 56 യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കണം എന്നാഗ്രഹിച്ച പീലാത്തോസ് 3-ാം പ്രാവശ്യം ജനക്കൂട്ടത്തോട് എന്താണ് പറഞ്ഞത്? വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല. 57 വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും യേശുവിൽ കാണാത്ത പീലാത്തോസ് യേശുവിനെ എങ്ങനെ വിട്ടയക്കുമെന്നാണ് 3-ാം പ്രാവശ്യം പറഞ്ഞത്? യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച്. 58 വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും യേശുവിൽ കാണാത്ത പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കുമെന്ന് പറഞ്ഞപ്പോൾ ജനക്കൂട്ടം നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? യേശുവിനെ ക്രൂശിക്കുക എന്ന്. 59 യേശുവിനെ ക്രൂശിക്കണമെന്ന് ജനക്കൂട്ടം എങ്ങനെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്? നിർബന്ധപൂർവം ഉച്ചത്തിൽ. 60 അവസാനം ആരുടെ നിർബന്ധമാണ് വിജയിച്ചത്? ജനക്കൂട്ടത്തിൻ്റെ. 61 ആര് ആവശ്യപ്പെട്ടതാണ് പീലാത്തോസ് തീരുമാനിച്ചത്? ജനക്കൂട്ടം. 62 ജനങ്ങളുടെ ആവശ്യപ്രകാരം പീലാത്തോസ് വിട്ടയച്ച കുറ്റവാളി ആരാണ്? ബറാബാസ്. 63 ബറാബാസ് എന്തിനാണ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടത്? കലാപത്തിനും കൊലപാതകത്തിനും. 64 ബറാബാസിനെ വിട്ടയച്ച പീലാത്തോസ് യേശുവിനെ എന്താണ് ചെയ്തത്? ജനക്കൂട്ടത്തിൻ്റെ ഇംഗിതത്തിന് യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. 65 വിശുദ്ധ ലൂക്ക 23-ാം അധ്യായം 26 മുതൽ 43 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ്? യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. 66 പീലാത്തോസിൻ്റെ അടുത്തുനിന്ന് യേശുവിനെ കുരിശിലേറ്റാൻ ജനക്കൂട്ടം കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തുനിന്ന് ആ വഴി വന്നതാരാണ്? ശിമയോൻ. 67 പീലാത്തോസിൻ്റെ അടുത്തുനിന്ന് യേശുവിനെ കുരിശിലേറ്റാൻ ജനക്കൂട്ടം കൊണ്ടുപോകുമ്പോൾ എവിടെ നിന്നാണ് ശിമയോൻ ആ വഴി വന്നത്? നാട്ടിൻ പുറത്തുനിന്ന്. 68 പീലാത്തോസിൻ്റെ അടുത്തുനിന്ന് യേശുവിനെ കുരിശിലേറ്റാൻ ജനക്കൂട്ടം കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തുനിന്ന് ആ വഴി വന്ന ശിമയോൻ ഏത് ദേശക്കാരനാണ്? കിറേനക്കാരൻ. 69 പീലാത്തോസിൻ്റെ അടുത്തുനിന്ന് യേശുവിനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തുനിന്ന് ആ വഴി വന്ന ശിമയോൻ എന്ന കിറേനക്കാരനെ പിടിച്ചു നിർത്തി അവൻ്റെ ചുമലിൽ ജനക്കൂട്ടം വച്ചുകൊടുത്തത് എന്താണ്? യേശുവിൻ്റെ കുരിശ്. 70 കിറേനക്കാരനായ ശിമയോനെ ജനക്കൂട്ടം നിർബന്ധിച്ചത് എന്തിനാണ്? യേശുവിൻ്റെ പുറകെ കുരിശ് ചുമന്നുകൊണ്ടുവരാൻ. 71 കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന യേശുവിൻ്റെ പിന്നാലെ ആരൊക്കെയാണ് പോയിരുന്നത്? ഒരു വലിയ ജനക്കൂട്ടവും സ്ത്രീകളുടെ സമൂഹവും. 72 എങ്ങനെയുള്ള സ്ത്രീകളുടെ സമൂഹമാണ് യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നത്? കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹം. 73 കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന യേശുവിൻ്റെ പിന്നാലെ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളോട് യേശു ആദ്യം പറഞ്ഞത് എന്താണ്? ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. 74 കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന യേശുവിൻ്റെ പിന്നാലെ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളോട് യേശു രണ്ടാമത് പറഞ്ഞത് എന്താണ്? നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. 75 ആർക്കൊക്കെ ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും എന്നാണ് യേശു ജെറുസലേം പുത്രിമാരോട് മൂന്നാമത് പറഞ്ഞത്? വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യമെന്ന്.